14 വചനങ്ങൾ മാത്രമുള്ള 27-ാം സങ്കീർത്തനത്തെക്കുറിച്ച് ഒന്ന് ധ്യാനിച്ചാലോ? കർത്താവിൽ ആശ്രയം എന്നുള്ളതാണ് അതിൻ്റെ ടൈറ്റില്. ഒരു കാര്യം മാത്രം ഞാൻ കർത്താവിനോട് ചോദിക്കുന്നു, മറ്റൊന്നുമല്ല, കർത്താവാണ് എൻ്റെ പ്രകാശവും രക്ഷയും എന്നുള്ളതാണ്. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവാണ് എൻ്റെ പ്രകാശവും രക്ഷയും എന്ന് ആരംഭിക്കുന്ന സങ്കീർത്തനം വിശ്വാസത്തിൻ്റെതും ദൈവ സംരക്ഷണത്തിൻ്റെതുമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കർത്താവിലാണ് ഒരുവന്റെ സമ്പൂർണമായിട്ടുള്ള സുരക്ഷിതത്വം. ദൈവമേ, ദേവാലയത്തിലും ദൈവ സാന്നിധ്യം നിരന്തരം ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലുമൊക്കെ അനുഭവിക്കുവാനായിട്ട് ഞങ്ങൾക്ക് ശക്തി തരണമേ. ദൈവമാണ് അഭയവും ആനന്ദവും. ദൈവത്തിലാണ് അവ കണ്ടെത്തുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ശക്തിയും സംരക്ഷണവും ദൈവം പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് സങ്കീർത്തകൻ പറയുന്നത്. മാത്രമല്ല, ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ നിലവിളി കേട്ട് അവനിൽ കനിഞ്ഞ് ദൈവം ഉത്തരമരുളുന്നു എന്നുള്ളതും സങ്കീർത്തനം എടുത്തു പറയുന്നുണ്ട്. എതിരാളികൾ വച്ചിരിക്കുന്ന കെണികളിൽ വീഴാതിരിക്കാൻ, അതുപോലെ തന്നെ തിന്മ പ്രവർത്തിക്കുന്നതിലൂടെ ശത്രുവിന്റെ ആക്രമണത്തിനും ദുരിതത്തിനും കാരണഭൂതമാകാതിരിക്കാനും ദൈവം ഒരുവനെ ശക്തമാക്കുന്നു, തന്നിൽ ആശ്രയിക്കുന്നവനിൽ. കർത്താവെ, ഭയത്തിൽ നിന്നും സംശയത്തിൽ നിന്നും ഞങ്ങളെ മാറ്റി നിർത്തണം. ആനന്ദഗീതം ആലപിക്കുവാനായിട്ട് ഞങ്ങൾക്ക് ശക്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ശത്രുക്കളുടെ കരങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് നിരന്തരം കാത്തു സംരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയിലൂടെ നിരന്തരം അങ്ങയുടെ മുഖം കാണിച്ച് ഞങ്ങളെ ഒരു പാറ പോലെ ശക്തമാക്കണമെന്ന് സങ്കീർത്തകനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഭവനത്തിൽ വസിച്ച് സൗന്ദര്യം അനുഭവിക്കുവാനായിട്ട് ഞങ്ങളെ ശക്തരാക്കണമേ. ഇന്നത്തെ ദിവസം അങ്ങനെ ശക്തമായിട്ടുള്ള ആ പ്രാർത്ഥനയിൽ നമുക്ക് ചെലവഴിക്കാൻ പ്രിയപ്പെട്ടവരെ. ദൈവസമർത്ഥമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.